കോഴിക്കോട് വടകര MDMA കേസിൽ പ്രതിയായ കീർത്തന 15 ലക്ഷത്തിന്റെ ബാങ്ക് ഇടപാടുകൾ നടത്തിയതായി പോലീസ്. പ്രധാന പ്രതിയായ ജിജിൻ കുര്യാക്കോസിനാണ് കീർത്തന പണം കൈമാറിയത്. കസ്റ്റഡി കാലാവധി പൂർത്തിയായ കീർത്തനയെ റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി മുബാറക് ചേരുന്നു. മുബാറക്, ഏറെ വിവാദമായ ഒരു കേസാണ് അധ്യാപകർ ഉൾപ്പെട്ട ഈ MDMA കേസിൽ. അതിലാണ് ഇപ്പോൾ സുപ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? അഖില, ഈ ലഹരി പണമിടപാട് കേസിൽ അറസ്റ്റിലായിട്ടുള്ള പേരാമ്പ്ര BRCയിലെ അധ്യാപികയായിട്ടുള്ള കീർത്തനയെ വടകര NDPS കോടതി ഇന്ന് വീണ്ടും റിമാൻഡ് ചെയ്തത്. അതായത് കസ്റ്റഡി കാലാവധിക്കായി 2 ദിവസത്തെ അനുവാദം നൽകിയിരുന്നു. അത് അവസാനിച്ചതിനെ തുടർന്നാണ് ഇന്ന് കോടതി ഈ വീണ്ടും റിമാൻഡ് ചെയ്തുള്ള നടപടി ഉണ്ടായത്. ഈ കഴിഞ്ഞ ജനുവരി മുതൽ, അതായത് ഈ ജൂൺ മാസം വരെ 6 മാസക്കാലത്തിനിടയിലായി 15 ലക്ഷത്തോളം രൂപയുടെ ബാങ്ക് ഇടപാടുകൾ കീർത്തന നടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇടപാടുകളിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായിട്ടുള്ള കമ്മീഷൻ തുക കൈപ്പറ്റിയ ശേഷം ബാക്കിയുള്ള തുക ഈ കേസിലെ മറ്റു പ്രതിയായിട്ടുള്ള ജിജിൻ കുര്യാക്കോസിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഈ ജിജിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രം കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതിന് പിന്നാലെ ഈ ചോദ്യം ചെയ്യലിനോട് കീർത്തന പൂർണ്ണമായി സഹകരിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് ഈ ബാങ്ക് ഉദ്യോഗസ്ഥരെ അടക്കം നേരിട്ട് വിളിച്ചു വരുത്തി അക്കൗണ്ട് വിവരങ്ങളും ഈ ട്രാൻസാക്ഷൻ രേഖകളെല്ലാം തന്നെ അതുപോലെ തുടങ്ങിയുള്ള ശാസ്ത്രീയ തെളിവുകളൊക്കെ നിരത്തിക്കൊണ്ടായിരുന്നു അന്വേഷണ സംഘം ഈ ചോദ്യം ചെയ്യുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ മെയ് 20-ന് 14 ഗ്രാം വരുന്ന MDMA-യുമായി പിടിയിലായ മുഹമ്മദ് ഇർഫാൻ എന്ന ആളിൽ നിന്നാണ് ഇത് തുടക്കം. അതിനുശേഷം ഈ കേസ് ജിജിനിലേക്കും അതുപോലെ ഈ അധ്യാപികയിലേക്കെല്ലാം നീളുകയായിരുന്നു. ഇതേസമയം ഈ BRC അധ്യാപികയായിട്ടുള്ള പ്രതി കുട്ടികളെലേക്കൊന്നും ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യം ഇല്ലെന്നാണ് പോലീസ് ഇപ്പോഴും വിലയിരുത്തുന്നത്. ഈ കേസിലെ മറ്റു 3 പ്രതികളും ജാമ്യത്തിനായി ഇപ്പോൾ കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. അഖില.